പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ബഹ്റൈനിലെ ആമസോൺ വെബ് സർവീസസ് കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണിതെന്ന് ഇറാൻ പ്രസ്താവിച്ചു. ബഹ്റൈനിലെ ആമസോൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ കേന്ദ്രം US രഹസ്യാന്വേഷണ ഏജൻസികൾക്കും സൈന്യത്തിനും വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്നുവെന്നാണ് ഇറാന്റെ ആരോപണം. ഡ്രോണുകളോ മിസൈലുകളോ ഉപയോഗിച്ചാണോ അതോ സൈബർ ആക്രമണമാണോ നടന്നതെന്ന കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണം വന്നിട്ടില്ല. എങ്കിലും കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു. ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകളോട് ബഹ്റൈൻ ഭരണകൂടമോ ആമസോൺ അധികൃതരോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എങ്കിലും മേഖലയിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 34 ദിവസമായി തുടരുന്ന US ഇറാൻ സംഘർഷം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതിന്റെ സൂചനയാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ ബിസിനസ് സ്ഥാപനങ്ങളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ US സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ലോകത്തെ പ്രധാന ക്ലൗഡ് സേവന ദാതാക്കളായ ആമസോണിന് നേരെയുള്ള ഇത്തരം നീക്കങ്ങൾ ആഗോളതലത്തിൽ ഇന്റർനെറ്റ് ഡേറ്റാ സേവനങ്ങളെ ബാധിച്ചേക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കൂടുതൽ കടുത്ത നടപടികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ പുതിയ ആക്രമണ വാർത്ത പുറത്തുവരുന്നത്. വരും ദിവസങ്ങളിൽ മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. അതേസമയം അമേരിക്കൻ ടെക് ഭീമനായ ഒറാക്കിളിന്റെ ദുബായിലെ ഡേറ്റാ സെന്ററിന് നേരെ ആക്രമണം നടത്തിയെന്ന അവകാശവാദവുമായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് രംഗത്തെത്തി. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA വഴിയാണ് IRGC നേവി കമാൻഡ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നാൽ ഈ അവകാശവാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ദുബായ് സർക്കാർ ഇത് വെറും വ്യാജ വാർത്ത മാത്രമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മേഖലയിൽ US ഇറാൻ സംഘർഷം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഏപ്രിൽ 1 ടെഹ്റാനിൽ നടന്ന US ഇസ്രായേൽ ആക്രമണത്തിൽ മുൻ ഇറാൻ വിദേശകാര്യമന്ത്രി കമൽ കരാസിയുടെ ഭാര്യ കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് ദുബായിലെ ഒറാക്കിൾ ഡേറ്റാ സെന്റർ ലക്ഷ്യമിട്ടതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. US സാങ്കേതിക കമ്പനികൾ ചാരപ്രവർത്തിക്കും ഭീകരപ്രവർത്തനങ്ങൾക്കും സഹായം നൽകുന്നുവെന്നാണ് ഇറാന്റെ ആരോപണം. IRGC നേരത്തെ പുറത്തുവിട്ട 18 പ്രമുഖ US കമ്പനികളുടെ പട്ടികയിൽ ഒറാക്കിളും ഉൾപ്പെട്ടിരുന്നു. അതേസമയം ഇറാൻ മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നാലെ വാർത്ത നിഷേധിച്ചുകൊണ്ട് UAE രംഗത്തെത്തി. ഒറാക്കിൾ സെന്ററിന് നേരെ ആക്രമണം നടന്നുവെന്നത് അടിസ്ഥാനരഹിതമാണെന്നും പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്നും അധികൃതർ അറിയിച്ചു. ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം വിശ്വസിക്കണമെന്നും പരിഭ്രാന്തി പടർത്തുന്ന തെറ്റായ വിവരങ്ങൾ പങ്കുവെക്കരുതെന്നും ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ ദുബായിലെ വിവര സാങ്കേതിക സംവിധാനങ്ങളെല്ലാം സുരക്ഷിതമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. തങ്ങളുടെ നേതാക്കളെ വധിക്കാൻ സാങ്കേതിക സഹായം നൽകുന്നുവെന്ന് ആരോപിച്ച് ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ, മെറ്റ, എൻവിഡിയ തുടങ്ങിയ കമ്പനികളെ ഇറാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏത് നീക്കത്തെയും നേരിടാൻ അമേരിക്കൻ സൈന്യം സജ്ജമാണെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആഗോള സാങ്കേതിക വിദ്യാരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ഇത്തരം നീക്കങ്ങൾ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.